ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി ഓഗസ്റ്റ് 15-ന് പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായ മോഹൻലാൽ ചിത്രം നേരിനു ശേഷം ജിത്തു ജോസഫിന്റെ സംവിധാനം. കൂടാതെ ഈ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഗുരുവായൂർ അമ്പലനടയിലിന് ശേഷം ബേസിൽ ജോസഫ് മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രം എന്നീ ഘടകങ്ങളാൽ നുണക്കുഴി പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമയാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനർ തന്നെയാവും നുണക്കുഴി എന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഗാനവും ടീസറും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും ട്രെൻഡിംഗ് സ്ഥാനത്ത് തുടരുകയാണ്. നർമ്മം കലർന്ന കഥാപാത്രങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ബേസിലും ഗ്രേസും ഒരുമിച്ച് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം കോമഡി ഫാമിലി എന്റർടൈനർ പശ്ചാത്തലമാക്കിയാണ് ഒരുങ്ങുന്നത്. കൂടാതെ സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബൈജു എന്നീ സീനിയർ താരങ്ങളുടെ കോമഡി കോംബോ കൂടി നുണക്കുഴിയുടെ ഹൈലൈറ്റ് ആണ്. 12th മാൻ, കൂമൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ KR കൃഷ്ണകുമാർ തിരക്കഥ രചിച്ച നുണക്കുഴി വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. സാഹിൽ S ശർമ്മയാണ് സഹ-നിർമ്മാതാവ്. ആശീർവാദ് സിനിമാസാണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ സിദ്ദിഖ്, മനോജ് കെ ജയൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, അൽതാഫ് സലീം, നിഖില വിമൽ, ലെന, സ്വാസിക, ബിനു പപ്പു, ബൈജു സന്തോഷ്, ആസിസ് നെടുമങ്ങാട്, സെൽവരാജ്, ശ്യാം മോഹനൻ, ദിനേശ് പ്രഭാകർ, കലാഭവൻ യൂസഫ്, രാജേഷ് പറവൂർ, റിയാസ് നർമ്മകല, അരുൺ പുനലൂർ, ശ്യാം തൃക്കുന്നപ്പുഴ, സന്തോഷ് ലക്ഷ്മണൻ, കലാഭവൻ ജിൻഡോ, സുന്ദർ നായിക് എന്നിവരാണ് കൈകാര്യം ചെയ്യുന്നത്. ചിത്രം ഓഗസ്റ്റ് 15-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. ചിത്ര സംയോജനം വിനായക് BS നടത്തിയിരിക്കുന്നു. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.